ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താരമായ വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം നഗരിയിലേക്ക് ആംബുലൻസിൽ വന്നിറങ്ങിയതും അവിടെ നിന്ന് വോട്ട് മുഴുവൻ മലർത്തിയടിച്ചതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനേക്കാൾ മുമ്പ് സുരേഷ് ഗോപി മാതാവിൻ്റെ തൃശ്ശൂരിലുള്ള ഒരു പ്രശസ്തമായ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണ കിരീടം ചാർത്താൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വൈദികരെ, കന്യാസ്ത്രീകളെ ഒക്കെ പോയി കണ്ട് കാല് പിടിച്ച് വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയാക്കി ഒക്കെ സുരേഷ് ഗോപി കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി. അഭിനയം മികവുറ്റതായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്ത്യൻ സഭാ സമൂഹത്തിലെ വിശ്വാസികൾ ചോദിക്കുന്നത്, രണ്ട് നിരപരാധികളായ കന്യാസ്ത്രീകൾ 9 ദിവസം ഛത്തീസ്ഗഡിലെ ജയിൽ മുറിയിൽ നിരപരാധികളായിരുന്നിട്ടും മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ വലിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട കന്യാസ്ത്രീകൾ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഈ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അങ്കമാലിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വന്ദനയും സിസ്റ്റർ പ്രീതിയും ഒക്കെ ജയിലിൽ കിടന്നപ്പോൾ ഇയാൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിലെ ആളുകൾ പണ്ടേ ചോദിക്കുന്നു, സുരേഷ് ഗോപി എവിടെ? തങ്ങൾ ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ജയിപ്പിച്ചു വിട്ട അന്നു മുതൽ സുരേഷ് ഗോപി ഹാലിളകി ഒരുതരം മണ്ടൻ രീതിയിൽ പ്രതികരിച്ച് നടക്കുന്നതാണ്. ഈ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ ദേഹത്ത് ഒരു മൈക്ക് ഇങ്ങനെ കൊള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് GSTVയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ സിനിമാ പ്രവേശവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒരു റിപ്പോർട്ടറുടെ മൈക്ക് മോഹൻലാലിൻ്റെ കണ്ണിൽ കൊള്ളുന്നു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. വളരെ സൗമ്യതയോടെയും എളിമയോടും സ്നേഹത്തോടും കൂടി മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്ന രീതി. പിന്നീട് മാധ്യമപ്രവർത്തകനോട് ഈ സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഫോൺ ചെയ്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന രീതിയൊക്കെ കണ്ടതിന് ശേഷം ഒരു വേളയിൽ സുരേഷ് ഗോപി വളരെ സൗമ്യമായി ഞാൻ അതുപോലെ പെരുമാറണമോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഇപ്പോൾ കന്യാസ്ത്രീകളെക്കുറിച്ച് ചോദിക്കാൻ പോയപ്പോൾ കന്യാസ്ത്രീകളെക്കുറിച്ച് മിണ്ടരുതെന്ന് മാധ്യമങ്ങളെ വിരട്ടുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്തു? ജോർജ് കുര്യൻ കോമാളിത്തം കാട്ടാനെങ്കിലും മൈക്കിന് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും ന്യൂസ് 8-ലെ VV അരുണിനോടും റിപ്പോർട്ടറിലെ റഹീസിനോടുമൊക്കെ തട്ടിക്കയറുന്നതൊക്കെ കണ്ടു. ജോർജ് കുര്യൻ നിങ്ങൾ റിപ്പോർട്ടറല്ലേ അങ്ങനെ കളിയാക്കാനും തിരിച്ചും മറിച്ചും പറഞ്ഞ് മുമ്പ് മുരളീധരൻ പെട്രോൾ വില വർധനവിനെ കുറിച്ച് പറഞ്ഞതുപോലെ വില കൂടുകയല്ല യഥാർത്ഥത്തിൽ കുറയുകയാണെന്ന് പറഞ്ഞ് പരിഹാസ്യനായതുപോലെ ജോർജ് കുര്യൻ പരിഹാസ്യനാകാനെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. സുരേഷ് ഗോപി അതും ചെയ്തില്ല. അപ്പോൾ വിശ്വാസ സമൂഹം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് സുരേഷ് ഗോപി എവിടെ? ഞങ്ങൾ വോട്ടിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ടിൻ്റെ ബലത്തിൽ കൂടി ജയിച്ച സുരേഷ് ഗോപി എവിടെയാണ്? ഈ നിരപരാധികളായ കന്യാസ്ത്രീകളെ തുറുങ്കിലടിച്ചപ്പോൾ എവിടെയായിരുന്നു? രാജീവ് ചന്ദ്രശേഖർജി, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, CBCI പ്രസിഡന്റ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച വേളയിലും ആളുകൾ ഉയർത്തിയ ചോദ്യം സുരേഷ് ഗോപി എവിടെയാണ്? സുരേഷ് ഗോപി എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല? അപ്പോൾ ഈ താഴത്ത് പിതാവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പറഞ്ഞ് അവരൊക്കെ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടോളും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം എടുത്ത് കാട്ടപ്പെടുന്ന ഒന്നാണ്. സുരേഷ് ഗോപി മനഃപൂർവ്വം ഒളിച്ചു പോയതാണ്. സുരേഷ് ഗോപിക്ക് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് താൻ അധികാരത്തിൽ കയറിയത്, ആരെയൊക്കെ സ്വാധീനത്തിലാണ്, ആരുടെയൊക്കെ വോട്ട് കൊണ്ടാണ് താൻ ജയിച്ചത് എന്ന കാര്യം സുരേഷ് ഗോപി പാടെ മറന്നു. സുരേഷ് ഗോപിക്കൊപ്പം എല്ലാ ദേവാലയങ്ങളിലും കയറിയിറങ്ങിയ വേറൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ബാബു ബിജു, അങ്ങനെ എന്തോ പേരുകാരനാണ്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അയാൾ പോലും പിന്നീട് വിളിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഫോൺ എടുക്കില്ല എന്നൊരു പരാതിയും ഉയർന്നിരുന്നു. ചുരുക്കത്തിൽ സുരേഷ് ഗോപി കന്യാസ്ത്രീകളുടെ അറസ്റ്റും കന്യാസ്ത്രീകൾ നേരിട്ട ഈ കഷ്ടത അനുഭവിച്ച സമയത്തിലും സുരേഷ് ഗോപി മൗനം പാലിച്ചു. എന്നിട്ട് സുരേഷ് ഗോപിയുടെ ഓഫീസും സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നത് എന്താണ്? അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലൂടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവരെയും കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ സുരേഷ് ഗോപി ആ ഭാഗത്തെങ്ങും പോയില്ല. സുരേഷ് ഗോപി മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കുകയാണ് ചെയ്തത്. അവിടെ എന്തോ നടക്കട്ടെ, ഞാനിത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഉചിതം. നമുക്കറിയാം ആരെപ്പോലെ മണിപ്പൂർ കത്തി അമരുകയും നിരപരാധികളായ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വീടുകളും കൊള്ളയടിക്കപ്പെടുകയും അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും കുക്കിയും മെയ്തയും തമ്മിൽ ആഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ പോലെ ഈ കന്യാസ്ത്രീകൾ തുറുങ്കറയിൽ ഒരു പാപോലുമില്ലാതെ വെറും നിലത്ത് കിടന്നുറങ്ങി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ്
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കന്യാസ്ത്രീകളുടെ സങ്കടക്കടൽ കണ്ടില്ല എന്ന് വരുത്തി തീർത്ത സുരേഷ് ഗോപിയെ കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിൻ്റെ പ്രതിഫലം ജനം കൊടുക്കും. അതിന് മതമൊന്നും നോക്കിയിട്ടല്ല, സുരേഷ് ഗോപിയുടെ പെരുമാറ്റം കണ്ടും പ്രവർത്തനം കണ്ടും തന്നെ ജനം വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ കാര്യത്തിൽ ഒരു വലിയ തീരുമാനം ഇതിനകം തന്നെ കേരള ജനത എടുത്തു കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ.